ഇന്ന് ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ചിട്ടുള്ള ഇഞ്ചിപ്പുളിയാണ്. ഇഞ്ചിപ്പുളി എന്ന് പറയാം, ഇഞ്ചിക്കറി എന്ന് പറയാം, എന്ത് വേണേലും പറയാം. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായി ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക്, ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെയാണ് ചേർക്കുന്നതെന്ന് നമുക്ക് കാണാം. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കണം. തേങ്ങ ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ വേണം വറുക്കാൻ, ഒരേ അളവിന് വറുത്തെടുക്കണം. ക്രഷ് വെച്ചത് ഇഞ്ചി ഇട്ട് കൊടുത്തു. ഇത് ഞാനാണെങ്കിൽ 2-3 അല്ലി വെളുത്തുള്ളി ചേർക്കും. എല്ലാവരും ഒന്നും ചേർക്കത്തില്ല, എങ്കിലും ഞാനതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്. പിന്നെ പച്ചമുളക് അരിഞ്ഞ് വെച്ചത് 3 ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുമന്നുള്ളി കൃഷി ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്കതിലേക്ക് ഇട്ട് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ വറുത്തെടുക്കണം. 2 കറിവേപ്പില ഇട്ട് അതും കൂടെ ചേർത്ത് വറുത്തെടുക്കണം. നമുക്കിത് നല്ലപോലെ വറുത്തെടുക്കാം. ഒരേ അളവിന് എല്ലാം കൂടെ ഇട്ട് നമുക്ക് വറക്കുക. ഇത് നമ്മൾ നല്ലപോലെ നമുക്ക് മൂപ്പിച്ചെടുക്കാം. തേങ്ങ എല്ലാം ഒരേപോലെ. മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്നാലും കുറച്ചും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിനകത്ത് പച്ചച്ചവ മാറുന്നവരെ ഒന്ന് ഇളക്കിയിട്ട്, ഇതിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ഒരേപോലെ മൂത്തിട്ടുണ്ട്. ഇനി പച്ചച്ചവ വാങ്ങാൻ വേണ്ടി നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നമുക്ക് വാങ്ങി ആറിയിട്ട് പിന്നെ നമുക്ക് അരച്ചെടുക്കണം. ഇതിലേക്ക് കുറേ കായപ്പൊടി ഇടണം. ഇനി നമുക്ക് പുളി എടുത്ത് വെച്ചിട്ടുണ്ട്, 1 ഉണ്ട പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്നിച്ച് ഞാൻ അരച്ചെടുക്കുക. കാരണം ഇതിനകത്ത് അരിയില്ല, നല്ല പുളിയാണിത്. അതുകൊണ്ട് നമുക്കിതിനകത്ത് അരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിൽ തന്നെ ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. ഇട്ട് പച്ചച്ചവയെല്ലാം മാറി ചൂടാറിയിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സിയിലേക്കിട്ട് അരച്ചു കൊടുക്കാം. മിക്സിയിലിട്ട് നമുക്കിനി ഇത് അരച്ചു കൊടുക്കാം. ഇത് നല്ലോണം നമ്മൾ അരച്ച് വെച്ചേക്കുക. ഇനി നമ്മൾ ഇഞ്ചിക്കറിയാന്ന് പറയാം, ഇഞ്ചി പുളിയാന്ന് പറയാം, എല്ലാം പറയാം. പാലിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുത്ത് ഇതായി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളത് ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുക്കാം. കറിവേപ്പില നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ച് നല്ലപോലെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം. അരപ്പിരുന്ന മിക്സിയിൽ തന്നെ വെള്ളം ഒഴിച്ച് നമുക്ക് അതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ വറ്റി എണ്ണ തെളിഞ്ഞിട്ട് വേണം നമുക്കിത് ഇറക്കാൻ. കുറച്ച് ഉലുവാപ്പൊടി നമുക്കിട്ട് കുറച്ചിട്ടാൽ മതി. ഇഞ്ചിപ്പുളി നല്ലപോലെ വറ്റി കഴിഞ്ഞു. ഇനി നമുക്കിത്
ഇറക്കി വെച്ച് ആറ്റി കുപ്പിയിലൊക്കെ ഒഴിച്ച് വെക്കാം. നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഒരു 3-4 ദിവസം ഇരിക്കും. പക്ഷെ വേണമെങ്കിൽ ഒരു 2-3 തുള്ളി വിനാഗിരി ഒഴിച്ച് കൊടുത്താൽ കുറച്ച് ദിവസം കൂടി ഇരിക്കും. തേങ്ങ അരച്ചത് കൊണ്ട് പറഞ്ഞതാണ് ഇട്ടില്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ടൈം ഓഫാക്കാം. നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. തേങ്ങ അരച്ചിട്ടുള്ള ഇഞ്ചിക്കറി ഞാനിപ്പോൾ ഈ എടുത്തേക്കുന്ന റെസിപ്പി എല്ലാം ചേർത്ത് നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.